യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം വിശുദ്ധവാരത്തിലേക്ക് നമ്മളിന്ന് കടക്കുകയാണ്. ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 21 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ജെറുസലേം ദേവാലയത്തിലേക്ക് സാഘോഷത്തോടെ കടക്കുന്ന സംഭവമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ എത്തി നിൽക്കുന്നൊരു ചോദ്യമുണ്ട്. യേശുനാഥൻ്റെ മഹത്വത്തോടെയുള്ള വരവ് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം ചോദിക്കുകയാണ്, ആരാണിവൻ? അപ്പോൾ ഈ ചോദ്യം ഈ വിശുദ്ധവാരത്തിൽ ഉടനീളം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവർത്തിക്കേണ്ട ഒരു ചോദ്യമാണ്. ആരാണിവൻ? ഈ യേശുനാഥൻ ആരാണ്? എനിക്ക് എന്തിനാണ് ഞാൻ ഈ വിശുദ്ധവാരത്തിലേക്ക് അവനോടൊപ്പം കടക്കുന്നത്? കാരണം ഈ ഓശാന ഞായറാഴ്ച അവൻ ഒറ്റയ്ക്കല്ല ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നത്, അവനോടൊപ്പം നമ്മളും കടക്കുന്നുണ്ട്. ഈ വിശുദ്ധവാരത്തിലൂടെ കടന്നുപോയി അവൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുവാൻ, അവനോടൊപ്പമായിരുന്നു ധ്യാനിക്കാനുള്ള ഒരു ക്ഷണം കൂടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കേണ്ട ഒരു ചോദ്യമാണ്, ആരാണിവൻ? ആരാണ് യേശുനാഥൻ? സാധാരണ രീതിയിൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ഓശാന ഞായറാഴ്ചത്തെ സംഭവങ്ങളെ കണക്റ്റ് ചെയ്യുന്നത് സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 9 അധ്യായം 9 വാക്യത്തിലൂടെയാണ്. കാരണം കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും മുകളിൽ നടന്നു വരുന്ന അല്ലെങ്കിൽ കയറി വരുന്ന ഒരു സമാധാന രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളും മനോഹരമായി നമുക്ക് ആരാണ് യേശുനാഥനെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു സംഭവം പഴയ നിയമത്തിലെ 1 രാജാക്കന്മാരുടെ പുസ്തകം 1 അധ്യായം 39 വാക്യം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. സോളമൻ്റെ പട്ടാഭിഷേകത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സോളമൻ ഒരു കഴുതയുടെ പുറത്താണ് വരുന്നത്. ഈ കഴുത ദാവീദിൻ്റെ കഴുതയാണ്. അപ്പോൾ യേശുനാഥനും സോളമനും ദാവീദിൻ്റെ പുത്രന്മാരാണ്. കാരണം യേശുനാഥനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ദാവീദിൻ്റെ പുത്ര എന്നാണ്. ദൈവം ദാവീദിന് വാഗ്ദാനം നൽകിയതുപോലെ നിൻ്റെ മകനെ ഞാൻ ഈ രാജ്യത്തിൻ്റെ അധികാരിയാക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്നൊക്കെയുള്ള ഒരു പ്രവചനമുണ്ട്. അത് യേശുനാഥനെക്കുറിച്ചുള്ള പ്രവചനമാണ്. അപ്പോൾ ഈ സോളമൻ ദാവീദിന് ശേഷം ഇസ്രായേലിനെ ഭരിക്കാൻ വന്നവനാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കിരീടധാരണമാണ്. അപ്പോൾ ആ കിരീടധാരണവും യേശുനാഥൻ്റെ ഈ ജെറുസലേമിൻ്റെ പ്രവേശനവും തമ്മിൽ നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കും. വളരെ മനോഹരമായി അതിൽ നിന്ന് ഈശോ ആരാണ് എന്ന് പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പഴയ നിയമത്തിലെ ഓരോ ആളുകളും യേശുനാഥൻ്റെ നിഴൽ പേറുന്ന മനുഷ്യരാണ്. അപ്പോൾ ഈ സോളമൻ കഴുതയുടെ പുറത്ത് കയറി വരുമ്പോൾ വലിയ ജനക്കൂട്ടത്തിൻ്റെ ആഹ്ലാദാരവം അവിടെ മുഴങ്ങിയെന്നാണ് 41 വാക്യത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഒത്തിരി അധികം ആളുകൾ, പട്ടണം തന്നെ ഇളകി മറിയത്തക്ക വണ്ണം ആഹ്ലാദാരവം ഉണ്ടായതാണ്. യേശുനാഥൻ വരുമ്പോഴും ജെറുസലേമിൽ സംഭവിക്കുന്നത് തന്നെയാണ്. ഇനി ഈ സോളമനെ ഇങ്ങനെ കഴുതയുടെ പുറത്ത് കൊണ്ടുവരുന്നത് ഒരു പ്രവാചകനും ഒരു പുരോഹിതനുമാണ്. പ്രവാചകൻ നാഥാനാണ്, പുരോഹിതൻ സാധുക്കാണ്. ഇവർ രണ്ടുപേരും കൂടി യേശുനാഥനെ കൊണ്ടുവരികയാണ്. അപ്പോൾ രാജാവ്, പ്രവാചകൻ, പുരോഹിതൻ. നമുക്ക് യേശുനാഥനിൽ ഇവർ 3 പേരെയും കാണാൻ സാധിക്കും. രാജാവാണ് അവിടുന്ന് പ്രവാചകനാണ്, അവിടുന്ന് പുരോഹിതനാണ്, അവിടുന്ന് നിത്യപുരോഹിതനാണ്. അപ്പോൾ ആരാണ് ഈ 3 പേരും? ഈ രാജാവ് ജനത്തെ ദൈവത്തിന് പകരം നയിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ രാജാവ് ദൈവമാണ്, യഹോവയാണ് ഇസ്രയേലിൻ്റെ രാജാവ്. പക്ഷേ യഹൂദർ നിരന്തരമായ കരച്ചിലും ബഹളവും ഒക്കെ കാണിച്ച് ദൈവത്തോട് പിടിച്ചു വാങ്ങിയതാണ് ഈ രാജപദവി. അങ്ങനെയാണ് ദൈവം അവർക്ക് രാജാവിനെ നൽകുന്നത്. അപ്പം ദൈവത്തിൻ്റെ പകരക്കാരനാണ്, ദൈവത്തെ പോലെ അവരെ രക്ഷിക്കേണ്ടവരാണ്, സംരക്ഷിക്കേണ്ടവരാണ്. അപ്പോൾ അങ്ങനെ രാജാവ് അവിടെ ഉണ്ട്. രണ്ടാമത് പ്രവാചകൻ ദൈവത്തിൻ്റെ നാവാണ്. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നവനാണ് പ്രവാചകൻ. അപ്പോൾ അവിടെ പ്രവാചകനുമുണ്ട്. 3 പുരോഹിതനാണ്. പുരോഹിതൻ ദൈവത്തിന് പകരമായി നിന്ന് ഒരു പാലം പോലെ ദൈവത്തെയും ജനത്തെയും ഒരുമിപ്പിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹം ജനങ്ങൾക്ക് നൽകുകയും ഈ ജനത്തിൻ്റെ കരച്ചിലുകളും സങ്കടങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പോൾ ഇത് 3 ഈശോയിൽ നമുക്ക് കാണാം. ഈശോ ദൈവമാണ്. അപ്പം ദൈവം പണ്ട് കാലങ്ങളിൽ ഈ 3 പേരിലൂടെ ദൈവജനത്തെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പിന്നീട് സമയത്തിൻ്റെ പൂർത്തീകരണമായപ്പോൾ ഈശോയിലൂടെ ദൈവം തന്നെ പ്രവാചകനായി, രാജാവായി, പുരോഹിതനായി അവരെ അനുഗ്രഹിക്കണം. അപ്പോൾ ജെറുസലേം പ്രവേശനം എനിക്ക് തരുന്ന ഒരു സൂചന എൻ്റെ ദൈവം തന്നെ എന്നെ സംരക്ഷിക്കാൻ ഇറങ്ങി വന്നതിൻ്റെ സൂചനയാണ്. എൻ്റെ ദൈവം തന്നെ എന്നെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നതിൻ്റെ സൂചനയാണ്. എൻ്റെ ദൈവം തന്നെ എന്നോട് സംസാരിക്കാൻ വന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ ഇനി പകരക്കാരല്ല, ദൈവം തന്നെ എന്നോട് സംസാരിക്കുകയും എന്നോട് സംവദിക്കുകയും എന്നെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ സോളമൻ വരുന്നത് ജനത്തെ നയിക്കാനാണ്, അല്ലെങ്കിൽ ജനത്തെ സംരക്ഷിക്കാനാണ്. പക്ഷേ യേശുനാഥൻ ഈ രാജാവ് വരുന്നത്, കാരണം സോളമൻ ഈ കഴുതപ്പുറത്ത് വരുന്നത് അവൻ്റെ പട്ടാഭിഷേകത്തിന് മുന്നോടിയായിട്ടാണ്. അവനെ
തൈലാഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രവാചകൻ കൊണ്ടുവരുന്നത് കഴുതപ്പുറത്താണ്. യേശുനാഥൻ ഈ കഴുതപ്പുറത്ത് വരുന്നതും ഇതുപോലെ തൈലാഭിഷേകത്തിന് വേണ്ടിയാണ്, പട്ടാഭിഷേകത്തിന് വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് യേശുനാഥൻ്റെ പട്ടാഭിഷേകം പൂർത്തിയാകുന്നത് കുരിശിലാണ് യേശുനാഥൻ മൗത്വം സ്വീകരിക്കാൻ പോകുന്നത്. കുരിശാണ് അവൻ്റെ സിംഹാസനം. കുരിശിലെ മുൾക്കിരീടമാണ് അവൻ സ്വീകരിക്കുന്ന അവൻ്റെ രാജകീയ കിരീടം. ആ വേദനയും സഹനവും അവിടെ ഉണ്ടാവുന്ന ജനങ്ങളിൽ നിന്നുള്ള തിരസ്കരണമൊക്കെയാണ് അവൻ്റെ മഹത്വീകരണം എന്ന് പറയുന്നത്. അപ്പോൾ യേശുനാഥൻ ഇത് സ്വീകരിക്കാൻ വരികയാണ്, എനിക്ക് വേണ്ടി അവൻ സ്വീകരിക്കാൻ വരികയാണ് ഇതൊക്കെ. അപ്പം അങ്ങനെ കടന്നു വരുന്ന യേശുനാഥൻ രാജകീയമായി ഈ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് ഭരിക്കാനല്ല, മറിച്ച് അവൻ തൻ്റെ ജീവൻ നൽകാനാണ്. സാധാരണ രാജാവ് മറ്റു മനുഷ്യരെ വകവരുത്തിയിട്ടാണ് സ്വന്തം ജനത്തെ രക്ഷിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ രാജാവ് സ്വന്തം ജീവൻ തന്നെ മനുഷ്യർക്ക് വേണ്ടി നൽകാൻ മനസ്സായ ഒരു രാജാവാണ്. നമുക്ക് യേശുനാഥനെ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവൻ വരുന്നത് കഴുതയുടെ പുറത്താണ്. ഈ കഴുതയുടെ പുറത്ത് രാജാവ് വരുന്നത് സമാധാനം കൊണ്ടുവരുമ്പോഴാണ്. അവൻ യുദ്ധത്തിൻ്റെ അടയാളമായ കുതിരയല്ല, സമാധാനത്തിന് അടയാളമായ കുതിരയുടെ പുറത്ത്. അപ്പം എനിക്ക് ജീവനും സമാധാനം നൽകാൻ സന്നദ്ധനായി യേശുനാഥൻ വരികയാണ്. ഇനി ഈ കഴുതയ്ക്ക് മറ്റൊരു സൂചനയുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ 2 കഴുതകളെക്കുറിച്ച് പറയുന്നത്, അതായത് കഴുതയെയും കഴുതക്കുട്ടിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ കഴുതയും കഴുതക്കുട്ടിയും നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ വിശുദ്ധ ജെറോം അദ്ദേഹം പറയുന്നത് കഴുതയും കഴുതക്കുട്ടിയും നൽകുന്ന സൂചന എന്ന് പറയുന്നത് ഇസ്രായേൽ രാജ്യത്തെയും വിജാതിയെയും കൂടെ ചേർത്ത് വെച്ചാണ്. അവരെ 2 പേരെയും യേശുനാഥൻ ഒരുമിപ്പിച്ചു എന്നാണ്, അനുഗ്രഹിക്കാൻ വേണ്ടി. അപ്പം അവിടെ പറയുന്നൊരു വാക്യമുണ്ട്, എനിക്ക് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണമെന്നാണ്. അപ്പോൾ ഈ കഴുതയെയും കഴുതക്കുട്ടിയെ കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട്. യേശുവിന് ഇസ്രായേൽക്കാരെ കൊണ്ട് മാത്രമല്ല, ഈ ലോകത്തെ എല്ലാ ജനതയും വിജാതിരായ മനുഷ്യരെ കൊണ്ടും അവരത്തേക്ക് ആവശ്യമുണ്ട്. അവൻ വന്നത് ഇവരെ 2 പേരെയും ഒരുമിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുവരണം. അത് സ്വർഗീയ ജെറുസലേമിൻ്റെ ഒരടയാളമാണ്. ഈ 2 ജനത്തെയും അനുഗ്രഹം നൽകിക്കൊണ്ട് അവൻ മരിച്ചുകൊണ്ട് ഇവർക്ക് ജീവൻ നൽകിക്കൊണ്ട് സ്വർഗീയ ജെറുസലേമിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി യേശുനാഥൻ വരികയാണ്. ഈ യേശുനാഥൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്ര തന്നെ മരണത്തിലേക്കുള്ള യാത്രയാണ്. മരിക്കാൻ അവൻ തയ്യാറായി തന്നെ വരികയാണ്. ഇനി ഇതിൻ്റെ വളരെ മനോഹരമായ മറ്റൊരു സൂചന, യേശുനാഥൻ ജെറുസലേമിലേക്ക് കടന്നു വരുന്നത് നിസാം മാസം 10-ാം ദിവസമാണ്. നിസാം മാസം 10-ാം ദിവസത്തിൻ്റെ പ്രത്യേകത, ഇസ്രായേൽക്കാർ അവരുടെ പെസഹായ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ്. അതിൽ ഈ 14-ാം ദിവസമാണ് പെസഹ. 10-ാം ദിവസം അവർ ഈ ഒരുക്കത്തിൻ്റെ ദിവസത്തിൽ, അന്ന് ഈ 10-ാമത്തെ ദിവസം അവർ ചെയ്യുന്നത് പെസഹായ്ക്ക് കൊല്ലാനുള്ള കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമാണത്. ഊനമറ്റ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് അവർക്ക് ദൈവം തന്നെ നൽകുന്ന ഒരു ഊനമറ്റ കുഞ്ഞാട് ഈശോനാഥനാണ്, അല്ലെങ്കിൽ ദൈവം തന്നെ അവർക്ക് വേണ്ടി നൽകുകയാണ്. ഊനമറ്റത് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് പാപം ലവലേശമില്ലാത്ത കുഞ്ഞാടെന്നാണ്. യേശുനാഥനാണെന്ന്, പാപത്തിൻ്റെ കളങ്കം പോലും ഇല്ലാതെ പാപികൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി വരുന്നത്. കാരണം ഈ ഇസ്രായേലിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ അടയാളമാണ് ഈ പെസഹ അവരാഘോഷിക്കുന്നത്. ഇനി പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ മോചിപ്പിക്കപ്പെടാൻ അവർ കൊല്ലേണ്ടത് കേവലം ഒരു കുഞ്ഞാടിനെ അല്ല, അവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത് ദൈവം തന്നെയാണ്. അവിടുന്ന് കുഞ്ഞാടായി അവരുടെ മുമ്പിലേക്ക് വരികയാണ്. ഇനി ഇതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സംഭവത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോകണം. ആരാണ് അവൻ? എനിക്ക് യേശുനാഥൻ ആരാണ്? അവൻ ഒരു രാജാവായി തന്നെ ജീവനർപ്പിക്കാൻ കടന്നു വരുന്നു. അവനൊരു കുഞ്ഞാടായി എനിക്ക് വേണ്ടി അവൻ ജീവനർപ്പിക്കും. ഇത് എനിക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അടയാളമായി ഏതറ്റം വരെ പോകാനും തയ്യാറായ യേശുനാഥൻ്റെ ഒരു സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ ജെറുസലേം പ്രവേശനം. അവൻ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അവന് കിട്ടുന്ന ഈ ആഹ്ലാദാരവങ്ങളൊക്കെ നിലയ്ക്കുമെന്നും പിന്നീട് അത് കല്ലെറികളും ആട്ടും തുപ്പലും ഒക്കെ ആകുമെന്ന് യേശുനാഥന് വളരെ വ്യക്തമായിട്ടറിയാം. എന്നിട്ടും അവൻ എന്നോടൊപ്പം ഏതറ്റം വരെ പോകാനും അവൻ തയ്യാറാവുകയാണ്. ഈ കഴുതകളെ ചേർത്ത് പിടിച്ചവൻ നടക്കുന്നത് പോലെ എന്നെ ചേർത്ത് പിടിച്ചവൻ നടക്കുകയാണ്. എനിക്ക് വേണ്ടി, എനിക്ക് രക്ഷ നൽകാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും യേശുനാഥൻ തയ്യാറാവുകയാണ്. ഈ ഓശാന ഞായറാഴ്ച എനിക്ക് നൽകുന്ന വലിയൊരു അടയാളവും അതാണ്. ആരാണ് എനിക്ക്? എന്നെ സ്നേഹിക്കാൻ മരിക്കാൻ വരെ തയ്യാറായവനാണ്. ഈ വളരെ മനോഹരമായ ഒരു സംഭവം ചൈനയിൽ നടന്നതായി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചൈനയിലെ ഷാങ് ലിയോങ് എന്ന് പറയുന്ന ഒരു പിതാവ്, അപ്പോൾ അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് ഷാങ് സിൻലി എന്നാണ്. അപ്പോൾ അവൾ ജനിച്ചപ്പോൾ മുതൽ തലാസീമിയ എന്ന് പറയുന്ന ഒരു രക്തരോഗത്തിന് അവൾ അടിമയായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി, ചികിത്സിക്കാൻ വേണ്ടി അവരുടെ സമ്പാദ്യവും വീടും എല്ലാം വിറ്റു
അവളെ രക്ഷിക്കാനായി നോക്കി. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പണം തികയാതെ വന്നു. അവസാനം ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ മകളെ അദ്ദേഹത്തിന് എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോകുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മകളോടൊപ്പം അദ്ദേഹം സമയത്തിൻ്റെ ഓരോ സമയവും ചെലവഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിനൊരു പേടിയുണ്ടായിരുന്നു, എൻ്റെ മകൾ മരിച്ചു കഴിഞ്ഞാൽ അവൾ എങ്ങനെ ഒറ്റയ്ക്ക് ആ കുഴിയിൽ പോകും എന്നുള്ള ഒരു സങ്കടം. അതുകൊണ്ട് അദ്ദേഹം ചെയ്തത്, അവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു കുഴി, അവിടെ ഒരു മലഞ്ചെരുവിൽ പൂക്കളൊക്കെയുള്ള ഒരു വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം തയ്യാറാക്കി അതിന് നടുവിലായി ഇദ്ദേഹം ഒരു കുഴി കുഴിച്ച് ഈ മകളുമായി അവിടെ എല്ലാ ദിവസവും കളിക്കാൻ പോകും. കാരണം ഇദ്ദേഹം പറയുന്നത്, മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകളെ പേടിക്കരുതെന്നാണ്, ആ കുഴിയിൽ അവൾ ഒറ്റയ്ക്കായി പോകരുതെന്ന്. അപ്പം അങ്ങനെ അദ്ദേഹം ഈ കുഴിയിൽ ഇറങ്ങി കിടക്കുകയും മകളെ തന്നെ നെഞ്ചോട് ചേർത്ത് കിടക്കുകയും ചെയ്തു. യേശുനാഥൻ കുരിശിൽ കിടക്കുന്നത് പോലെ ആ കുഞ്ഞിനെ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ കുഴിയുമായൊക്കെ പരുവപ്പെട്ടു പോയി, അവർക്ക് പേടിയില്ലാതെ. അപ്പോൾ അദ്ദേഹത്തിന് സങ്കടമായി. പക്ഷെ ഒരിക്കലും ഇദ്ദേഹവും ഈ കുഞ്ഞും കുഴിയിൽ കിടക്കുന്ന ഈ രംഗം ഏതോ ഒരു മനുഷ്യൻ അത് പകർത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും വൈറലാവുകയും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ ആളുകൾക്ക് മനസ്സിലായി, കുഞ്ഞിനെ മരിക്കാൻ വിട്ടുകൊടുക്കാൻ വേണ്ടി അദ്ദേഹം കുഞ്ഞിന് പേടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടെ നടക്കുന്നതാണെന്നൊക്കെ മനസ്സിലാക്കിയ ജനം ഒത്തിരി അധികം പണം ഈ മനുഷ്യന് നൽകാൻ തുടങ്ങി. ഒത്തിരി അധികം പണം വരികയും അങ്ങനെ ചികിത്സ പുനരാരംഭിക്കുകയും അതിനിടയ്ക്ക് ഇദ്ദേഹത്തിനൊരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിൻ്റെ രക്തം ഈ കുഞ്ഞിൻ്റെ രോഗം മാറ്റാൻ സഹായകമാവുകയുമായിരുന്നു. അതുകൊണ്ട് അത് ഈ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിലൂടെ ആ കുഞ്ഞിൻ്റെ സെല്ലെടുക്കുകയും ഈ കുഞ്ഞ് സൗഖ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ കുഞ്ഞ് ജീവനിലേക്ക് തിരിച്ചു വന്നു. ഇത് നമുക്ക് നൽകുന്നൊരു സൂചനയുണ്ട്. ഒരു അപ്പൻ മകൾ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ ഏറ്റവും വേദനയേറിയ നിമിഷങ്ങളിൽ കൂടെ നിന്നതുകൊണ്ട് ആ മകൾ പിന്നീട് ജീവനിലേക്ക് തിരിച്ചു വരുന്നത് കാണുന്നത്. ഇത് തന്നെയാണ് യേശുനാഥനിലും നമ്മൾ കാണുന്നത്. എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും മനുഷ്യവംശത്തെ ഉപേക്ഷിക്കാൻ അവിടെ തയ്യാറായില്ല. അവനോടൊപ്പം ഏതറ്റം വരെയും, മരണത്തിൻ്റെ അറ്റം വരെയും, ആ പിതാവ് ആ കുഴിയിലേക്ക് ഇറങ്ങിക്കിടന്നതുപോലെ യേശുനാഥൻ വെറുതെ കുഴിയിലേക്ക് ഇറങ്ങിക്കിടക്കില്ല, മരിക്കാൻ തയ്യാറായി അവൻ മരിച്ചു. ആ മരണമാണ് എന്നെയും നിങ്ങളെയും ജീവനിലേക്ക് നയിച്ചത്, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് എന്നെ നയിച്ചത്. അപ്പം അതൊരു സൂചനയാണ്. ആ കുഴി പിന്നീട് ഇദ്ദേഹം മൂടുകയും അവിടെ സൂര്യകാന്തി പൂക്കൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. അതിന്നും ജീവൻ്റെ അടയാളമായി നിലനിൽക്കുകയാണ്. ചൈനയിൽ അത് ഒത്തിരിയധികം മനുഷ്യർ വന്ന് സന്ദർശിക്കുന്ന ഒരു ഇടമായി അത് മാറി. അപ്പം അതുപോലെ യേശുനാഥൻ്റെ ഈ ജെറുസലേമിൻ്റെ പ്രവേശനം എനിക്ക് ജീവൻ നൽകാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ദൈവം തയ്യാറാകും എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ ആരാണ് അവൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, എനിക്ക് വേണ്ടി ഏതറ്റം വരെയും, മരണത്തോളം വരെയും നടന്നു പോകാൻ തയ്യാറായ എൻ്റെ ദൈവമാണ് യേശുനാഥൻ എന്ന ഉത്തരമാണ് ഇന്ന് ഈ സുവിശേഷഭാഗം എനിക്ക് നൽകുന്നത്, ഈ ഓശാന എനിക്ക് നൽകുന്നത്. ഒപ്പം ഞാൻ ഒറ്റയ്ക്കായി പോകുമ്പോൾ അവിടെ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന്. ആ ആവശ്യത്തിൻ്റെ പുറത്ത് അവൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. ഇതേ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും ജീവിതത്തിൻ്റെ സഹായങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടി ഏതറ്റം വരെയും യേശുനാഥനെ പോലെ പോകാൻ തയ്യാറാകുന്ന മനുഷ്യരായി നമ്മൾ മാറണം എന്നുമാണ്. അപ്പോൾ ഈ പെസഹ ആഘോഷിക്കുമ്പോൾ, ഈ തപസ് കാലത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ, ഈ വിശുദ്ധവാരത്തിൻ്റെ ആരംഭമായ ഈ ഓശാന ഞായർ എന്നോട് ആവശ്യപ്പെടുന്നത് യേശുനാഥനോടൊപ്പം അവനോടൊപ്പം കടന്നുപോയി അവൻ ആരാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാനും എനിക്ക് വേണ്ടി ഏതറ്റം വരെയും പോയി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ദൈവമാണെന്ന് മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമെന്നാണ്. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.